ലോകനാഥനായ തമ്പുരാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് സത്യവേദ സാരങ്ങളുടെ 21-ാമത്തെ പേജാണ് വായിക്കേണ്ടത്. ഇതിൽ വലിയ 2 പാരഗ്രാഫുകളാണുള്ളത്. അതുകൊണ്ട് വേദസാരം 5 എന്ന് നമുക്ക് വായിക്കാം. അത് ബൈബിളിൽ നിന്നുള്ളതാണ്. കാരുണ്യവാനായ കർത്താവല്ലാതെ ഒരു നാഥൻ നിങ്ങൾക്കില്ലെന്ന് അറിയുക. ആകാശങ്ങളിലോ ഭൂമിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമകളോ രൂപങ്ങളോ ആരാധനയ്ക്കായി നിങ്ങൾ നിർമ്മിക്കരുത്. അവയ്ക്ക് മുന്നിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ നാഥനെ സ്നേഹിക്കുകയും നാഥൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവർക്ക് ലോകത്തിൻ്റെ നാഥൻ അളവില്ലാതെ അനുഗ്രഹങ്ങൾ എപ്പോഴും നൽകുന്നതാണ്. ഇത് ബൈബിളിലുള്ളതാണ്. ബൈബിളിൽ പറയുന്നത് ആരാധനയ്ക്ക് വേണ്ടി പ്രതിമകളെ നിർമ്മിക്കുക പോലും ചെയ്യരുത് എന്നാണ്. ഇന്നും ഈ വചനം ബൈബിളിൽ ഉണ്ട്. പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നു. പല ആരാധനാലയങ്ങളിലും ധാരാളമായിട്ട് പ്രതിമകളെ കാണാറുണ്ട്. എന്തായാലും ഇന്ന് ഈ 5-ാമത്തെ വേദസാരം ഇത്രയാണ്. അതിനുശേഷം വേദസാരം 6 അതുകൂടി നമുക്കൊന്ന് വായിക്കാം. അത് ഖുറാനിൽ നിന്നുള്ളതാണ്. അതൊരു പ്രാർത്ഥനയാണ്. അതിനെ ഫാത്തിഹ എന്നൊക്കെ പറയും. ലോകനാഥൻ്റെ തിരുനാമത്തിൽ തുടങ്ങുന്നു. എന്തൊരു സംഭവം തുടങ്ങുമ്പോഴും നമ്മൾ സർവശക്തനായ നാഥൻ്റെ നാമത്തിൽ വേണം തുടങ്ങാൻ. അങ്ങനെ തന്നെയാണ് ഈ പ്രാർത്ഥന തുടങ്ങുന്നത്. കരുണാനിധിയും കാരുണ്യവാനും എല്ലാം അറിയുന്നവനുമായ ഞങ്ങളുടെ നാഥനെ വിളിക്കാം. ഏത് ഭാഷയിലും വിളിക്കാം. അറബിയിൽ വിളിച്ചാൽ അള്ളാഹ് എന്ന് വിളിക്കാം, മലയാളത്തിൽ വിളിച്ചാൽ നാഥൻ എന്ന് വിളിക്കാം, ഇംഗ്ലീഷിലാണെങ്കിൽ ഗോഡ് എന്ന് വിളിക്കാം. എന്ത് വിളിച്ചാലും ഏത് നല്ല നാമങ്ങളും സർവശക്തനായ നാഥന് ചേരുന്നതാണ്. കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ നൽകുന്ന നാഥ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം നൽകുന്ന നാഥ, അങ്ങയെ മാത്രം ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു. അപ്പോൾ ഈ ഏത് നാഥനാണോ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകാൻ ശക്തിയുള്ളവൻ, ആ നാഥനെ അങ്ങയെ മാത്രം ഞങ്ങൾ ഇന്ന് ആരാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രാർത്ഥന തുടങ്ങുന്നത്. അങ്ങയോട് മാത്രം ഞങ്ങൾ സഹായം തേടും. നമുക്ക് എന്ത് സഹായം വേണമെങ്കിലും സർവശക്തനായ നാഥനോട് മാത്രം തേടുന്നു എന്നാണ്. അങ്ങയുടെ അപാരമായ സ്നേഹത്തിനാൽ ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കാണ്. നമുക്ക് നേർമാർഗവും മറ്റുള്ള നേർമാർഗമല്ലാത്ത മാർഗങ്ങളും ഒക്കെ കാണിച്ചു തരുന്നത് നാഥനാണ്. നമ്മളേത് സ്വീകരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പോൾ നാഥനോട് പറയാണ്, ഞങ്ങളെ നേർമാർഗത്തിൽ നയിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് കനിഞ്ഞു നൽകിയ നേരായ സന്മാർഗം നഷ്ടപ്പെടുത്താതെ. നമുക്ക് നാഥൻ സന്മാർഗം കാണിച്ചു തന്നിട്ട് ചില ആളുകൾ കുറേയൊക്കെ നല്ല രീതിയിലൂടെ ജീവിക്കും, പിന്നെ കുറേ കഴിഞ്ഞിട്ട് എന്തിനത് എന്ന് വിചാരിച്ചിട്ട് ആ സന്മാർഗം നഷ്ടപ്പെടുത്തുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ ഉള്ള ആളുകളിൽ പെടുത്താതെയും ഒരിക്കലും വഴി പിഴച്ചവരായി ജീവിക്കാതെ. വഴി പിഴച്ചവരെന്ന് പറഞ്ഞാൽ നേരായ മാർഗം നഷ്ടപ്പെടുത്തിയവരെന്നാൽ അതിൻ്റെ വേറൊരു അർത്ഥം എന്ന് മാത്രമേ ഉള്ളൂ. നാഥൻ്റെ കോപത്തിന് പാത്രമാകാതെയോ, അതായത് നാഥൻ്റെ കോപത്തിന് പാത്രമാവുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വന്നു, ഇല്ല നല്ല രീതിയിൽ അവർ ജീവിക്കാൻ തുടങ്ങി, അതിനുശേഷം അവരുടെ തന്നെ കുബുദ്ധി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധിയില്ലായ്മ നിമിത്തം അവർ വഴിപിഴച്ചവരായി പോവാണ്. അറിവ് ലഭിച്ചിട്ടും അതിന് അനുസരിച്ച കർമ്മങ്ങൾ ചെയ്യാത്ത ആളുകളോടാണ് നാഥന് കോപം ഉണ്ടാവുക. അറിവില്ലാത്ത ആളുകൾ തെറ്റ് ചെയ്താൽ ഒരു പക്ഷേ പൊറുക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ക്ഷമിച്ചേക്കാം. അറിവുണ്ടായിട്ടും അവർ തെറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ നാഥൻ്റെ കോപത്തിന് പാത്രമായി പോകും. ഞങ്ങളെ എന്നെന്നും അനുഗ്രഹിക്കണമേ കരുണാമയനായ ഞങ്ങളുടെ നാഥ. ഇതൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന തന്നെയാണ് നമസ്കാരത്തിൽ 3ഉം 4ഉം പ്രാവശ്യമൊക്കെ ഓരോ നമസ്കാരത്തിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഖുറാൻ്റെ മുഴുവൻ അർത്ഥങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു അധ്യായത്തിൽ, ഈ ഒരു ഇതിൻ്റെ വചനത്തിൻ്റെ അകത്ത് ഉണ്ട് എന്നാണ് പറയുക. അപ്പോൾ എന്തായാലും ഓരോ നമസ്കാരത്തിലും 5 നേരം നമസ്കരിക്കുന്നതിൽ 5 നേരത്തിലെ നമസ്കാരങ്ങളിലും കൂടി ഏകദേശം 20ഓ 30ഓ പ്രാവശ്യം ഈ ഒരു പ്രാർത്ഥന ചൊല്ലാറുണ്ട്. എന്തായാലും സത്യവേദസാരങ്ങളുടെ 21-ാമത്തെ പേജ് തീർന്നിരിക്കുകയാണ്. നാളെ നമുക്ക് 22-ാമത്തെ പേജ് നോക്കാം.